ഹലോ ഗൈസ്, നമുക്കിന്നൊരു ചിക്കൻ കറി വെച്ചാലോ? അപ്പോൾ അത് കുട്ടൻ ഉറങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് വേഗം ഒരു ചിക്കൻ കറി വെക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം കഴുകി അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ തിരുമ്മി അത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് അരിയാനായിട്ട് സബോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തപ്പോഴേക്കും ദേനടാ അവിടെ നിന്നൊരു സൗണ്ട്. ആരാ? നമ്മുടെ അത് കുട്ടി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ ഞാൻ അവനെ എടുത്തുകൊണ്ട് വന്ന് സബോള ചെത്തിപ്പോൾ എനിക്ക് തോന്നി ഇനി സബോള അരിയുമ്പോൾ അതിൻ്റെ നീറ്റിൽ കൊണ്ട് എൻ്റെ ഒപ്പം അതുകുട്ടി നിന്ന് കരയണ്ടെന്ന് വെച്ചിട്ട് അത് കുട്ടീനെ അച്ചാച്ചൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഇനി അതുകുട്ടി വാശിയാവുമ്പോഴേക്കും വേഗം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം. ഞാൻ സബോള അരിഞ്ഞിട്ടുള്ള കരച്ചിലാണ്. അപ്പോൾ അങ്ങനെ എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ചട്ടി വയ്ക്കാം. അപ്പോൾ ഞാൻ പാട്ടൊക്കെ പാടി നല്ല ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയിലാണ്. ഒരു സിമ്പിൾ തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ്. വേഗം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ പറയുന്നത് ചട്ടി വെച്ചിട്ട് അയ്യോ വീഡിയോയിൽ എന്നെ കാണാനില്ലല്ലോ ചട്ടി വെച്ചപ്പോൾ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചട്ടി വെച്ച് നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അരിഞ്ഞ് വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് അത്യാവശ്യം ഒന്ന് വഴറ്റി അതൊന്ന് വഴന്ന് വന്നപ്പോൾ സബോള ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ സബോള ഇട്ടിട്ട് ഞാൻ വെയിറ്റിങ്ങിലാണ്. സബോള ഒന്ന് വഴന്ന് വരാനായിട്ട് ഇച്ചിരി സമയം എടുത്തു. അപ്പോൾ ഞാൻ പാട്ടും പാടി നിൽക്കുകയാണ്. മറ്റേ കട്ടുറുമ്പിൻ്റെ കല്യാണം പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് നിൽക്കുകയാണ്. സബോള ഒന്നിങ്ങനെ വഴന്ന് വരണ്ടേ. അപ്പം എന്താടാ നോക്കിയപ്പോഴാണ് ഗ്യാസിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് വെക്കുക. അപ്പോൾ ഞാൻ ഫ്ലെയിം വേഗം കൂട്ടിയിട്ടു കേട്ടോ. ഇനിയിപ്പോൾ അതിൽ പാകത്തിനൊരു തുള്ളി ഉപ്പിട്ട് കൊടുത്തു സബോള നന്നായി ഒന്ന് വഴന്ന് വരാനായിട്ട്. ഞാൻ നേരത്തെ ചിക്കൻ കഴുകി വെച്ചപ്പോൾ അതിൽ പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടതാണ്. അപ്പോൾ നോക്കിയിട്ട് ഇടാം കേട്ടോ സബോളയിൽ ഉപ്പിടുമ്പോൾ. അപ്പോൾ അതൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ വേഗം പരിപാടി തീരും. മസാലക്കൂട്ടൊക്കെ കൂട്ടി കൊടുക്കുക. പ്രത്യേകിച്ച് മസാല ഒന്നുമില്ല, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല. ഞാൻ ഇവിടെ ഇട്ടത് പൊടിപ്പിച്ച മസാലയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാനൊരു 3/4 സ്പൂണാണ് ഇട്ടത്. നല്ല എരിവുണ്ടാവും, വലിയ കളറുണ്ടാവില്ല. പിന്നെ കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇവിടെ കാശ്മീരി മുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തില്ല. പിന്നെ ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു. പാകത്തിന് ചിക്കൻ മസാല ഇട്ടു. ചിക്കൻ മസാലയുടെ പാക്കറ്റ് പൊട്ടിക്കുന്നുണ്ടായിരുന്നുള്ളൂ, ചിക്കൻ മസാല ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് പാത്രത്തിൽ ഇടാനൊന്നും നിന്നില്ല. അതുപോലെ പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ തന്നെ ഇട്ട ഒരു 1/2 സ്പൂണ് ഒക്കെ നിങ്ങളുടെ ഒരു അളവ് നോക്കിയിട്ട് ഇടാം. എന്നിട്ട് അത് നല്ലോണം ഒന്ന് പച്ചക്കുത്ത് മാറുന്ന വരെ ഒന്ന് ചൂടാക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് അതിൽ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്പി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം. പിന്നെ ചിക്കൻ വേവാനായിട്ട് അധികം ടൈമൊന്നും വേണ്ട. വേണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ ചിക്കനിലത്തെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. ഞാൻ ആദ്യം അതൊന്ന് മൂടി വെച്ച് വേവിച്ചിട്ട് അതിലത്തെ ചിക്കനിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ചാറൊക്കെ വേണ്ട കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ ഒരു തുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചു. പിന്നെ ചിക്കൻ ആവണേൻ്റെ ആ ഒരു ടൈമിന് ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകി വയ്ക്കുകയാണ്. പ്രത്യേകിച്ച് പാത്രം വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, ആ ചിക്കൻ തിരുമ്മി വെച്ച പാത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് വേറെ പണിയാവില്ലല്ലോ എന്ന് വെച്ച് ഞാൻ വേഗം അതിൻ്റെ ഒപ്പം തന്നെ അത് കഴുകി വെച്ചു. അപ്പോൾ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ടേസ്റ്റൊക്കെ നോക്കിയിട്ടോ. അത് വെന്ത് വരുമ്പോഴേക്കും അച്ചാച്ചൻ അതുകൂട്ടനെയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ അതുകൂട്ടനും ഞാനും കൂടിയാണ് ടേസ്റ്റ് നോക്കിയത്. അതുകൂട്ടൻ എൻ്റെ കൂടെ ഇരുന്നു, ഞാനാണ് ടേസ്റ്റ് നോക്കിയത്. അപ്പോൾ ഞാനിങ്ങനെ ടേസ്റ്റ് നോക്കിയപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക എന്തോ കുറവുണ്ടല്ലോ എന്ന്. അപ്പോൾ അത് ഉപ്പായിരുന്നു, ഉപ്പ് ഒരു പൊടിക്ക് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പിന്നീട് ഉപ്പിട്ട് അത് ശരിയാക്കി കേട്ടോ. അപ്പോൾ അങ്ങനെ ചിക്കൻ കറി നല്ല ചിക്കൻ കറി ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് വെച്ച് നോക്കൂ, എളുപ്പമാണ്, അധികം സമയമൊന്നുമില്ല, ഒക്കെ വേഗം അങ്ങോട്ട് സെറ്റാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ സിമ്പിൾ ചിക്കൻ കറി. ഇച്ചിരി തിരക്കൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.